നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതാവുകയും തിരച്ചിലിനൊടുവിൽ മുംബൈയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത +2 വിദ്യാർത്ഥികളെ കെയർ ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചുവെങ്കിലും തങ്ങൾക്ക് എത്രയും വേഗം വീട്ടിലേക്ക് എത്തണമെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾ. താനൂർ പോലീസ് മുംബൈയിലെത്തിയ ശേഷം പെൺകുട്ടികളെ കൈമാറും. താനൂർ സ്റ്റേഷനിലെ SI സുജിത്തിനെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടികളെ കൊണ്ടുവരുന്നതിനായി തിരിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടികളുമായി ഇവർ നാട്ടിലേക്ക് തിരിക്കും. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ മുംബൈയിലെ പൂനെയ്ക്ക് അടുത്തുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. കുട്ടികൾക്കായി പോലീസ് വ്യാപക തിരച്ചിലാണ് നടത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളെയാണ് കാണാതായത്. ഇതിന് പിന്നാലെ 2 കുട്ടികളുടെയും കുടുംബത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. ജീൻസും ടീഷർട്ടുമാണ് വിദ്യാർത്ഥികളുടെ വേഷമായിരുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 മണിയോടെ വിദ്യാർത്ഥികൾ കോഴിക്കോട് എത്തി. ഇതിന് പിന്നാലെ ഇരുവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി. മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപായി ഇരുവരുടെ ഫോണിൽ ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എടവണ്ണ സ്വദേശിയായ റഹീം അസ്ലത്തിന്റെ പേരുള്ള സിം കാർഡിൽ നിന്നായിരുന്നു ഈ കോളുകൾ വന്നിരുന്നത്. ഈ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് പിന്നീട് കാണിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്കും വ്യാപിപ്പിച്ചു. ഇതിനിടെ പെൺകുട്ടികൾ മുംബൈയിലെ സലൂണിലെത്തി മുടിവെട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഹെയർ ട്രീറ്റ്മെന്റിനായി 10,000 രൂപയാണ് പെൺകുട്ടികൾ സലൂണിൽ ചെലവഴിച്ചത്. 2 +2 വിദ്യാർത്ഥികളും സുരക്ഷിതരാണെന്നാണ് കുട്ടികളെ രക്ഷിതാക്കൾ പ്രതികരിച്ചത്. മകളുമായി വീഡിയോ കോൾ വഴി വിളിച്ചു സംസാരിച്ചുവെന്നും കുട്ടികൾ സുരക്ഷിതരാണെന്നും താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. മക്കൾ ഭക്ഷണം കഴിച്ചെന്നും ഓക്കെയാണെന്നുമാണ് പ്രതികരിച്ചത്. മകളെ കണ്ടെത്താൻ സഹായിച്ച പോലീസിനോട് വലിയ നന്ദിയുണ്ടെന്നും കടപ്പാടുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നു. മകളെ കണ്ടെത്താനായതിൽ സന്തോഷവും ആശ്വാസവുമുണ്ട്. പരാതി കിട്ടിയ ഉടൻ കൂടി നിന്ന പോലീസിനും നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും നന്ദി. ധൈര്യമായി മടങ്ങിയെത്താൻ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. സംഭവിച്ച കാര്യങ്ങളെ കുട്ടി വലിയ സങ്കടത്തിലാണ്. മകൾ തിരികെ എത്താൻ കാത്തിരിക്കുകയാണെന്നും പിതാവ് പ്രതികരിച്ചു. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇന്ന് പുലർച്ചെ 1:45-ന് ലോനാവാലയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇവർ മുംബൈയിൽ എത്തിയതായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ച പോലീസ് ഇവർക്കൊപ്പം ഒരു യുവാവും ഉണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇയാൾക്കൊപ്പം ഇല്ലെന്നായിരുന്നു മറുപടി. എന്തായാലും കുട്ടികളെ തിരിച്ചുകിട്ടിയ ആശ്വാസത്തിലാണ് ബന്ധുക്കളും പോലീസും. കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരാണ്. വീട്ടിലേക്ക് പോകുന്നതിൽ സന്തോഷമെന്ന് ഇരുവരും അറിയിച്ചിട്ടുണ്ട്. മുംബൈയിലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കുട്ടികളെ വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈയിലെ ലാസിയ സലൂണിൽ മുടി ട്രിം ചെയ്യാൻ 2 പെൺകുട്ടികളും എത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. മുഖം മറച്ചായിരുന്നു ഇരുവരും എത്തിയത്. ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാത്ത പെൺകുട്ടികൾക്ക് മലയാളം മാത്രമാണ് അറിയാമായിരുന്നത്. ഇതോടെ മലയാളം അറിയാവുന്ന ജീവനക്കാർ പെൺകുട്ടികൾക്കൊപ്പം നിന്നു. മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്നും മുഖത്തിന്റെ ലുക്ക് മാറ്റണമെന്നും ഒക്കെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. നീളമുള്ള മുടി മുറിച്ചു. പേരും മൊബൈൽ നമ്പറും ചോദിച്ചപ്പോൾ ഫോൺ കാണാതായെന്ന് പറഞ്ഞ് പേര് മാത്രമാണ് നൽകിയത്. ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ തന്നെ സമയമായെന്നും വേഗം പോകണമെന്നും പറഞ്ഞു. ഇത്രയും പണം മുടക്കുമ്പോൾ മുഴുവനായി ചെയ്യണമെന്ന് ജീവനക്കാർ നിർദ്ദേശിച്ചു. ഇതിനിടെ പെൺകുട്ടികളെ ആൺസുഹൃത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ കൈവശം ധാരാളം പണവും ഉണ്ടായിരുന്നെന്നാണ് ജീവനക്കാർ പറയുന്നത്. 2 പേരും കൂടി 10,000 രൂപയുടെ ട്രീറ്റ്മെന്റാണ് ചെയ്തത്. ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നതെന്നും പൻവേലിയിലേക്ക് പോകുന്നുവെന്നും ജീവനക്കാരോട് പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും പെൺകുട്ടികൾ പരിങ്ങി. പിന്നീട് വിദ്യാർത്ഥികൾ വേഗം സ്ഥലം കാലിയാക്കി. വിദ്യാർത്ഥികൾ സ്ഥലം വിട്ട ശേഷം പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് കേരളത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികളാണ് സലൂണിലെത്തിയതെന്ന് ജീവനക്കാർ അറിയുന്നത്. വിദ്യാർത്ഥിനികളെ ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് യുവാവ് ഒപ്പം പോയതെന്നാണ് എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. പിന്നീട് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്ന് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിക്കാൻ ശ്രമിച്ചു. സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് പെൺകുട്ടി പറഞ്ഞുവെന്നും യുവാവിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു. കുട്ടിയുടെ ദുരവസ്ഥ കണ്ടാണ് ഇയാൾ കൂടെ പോയതെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ പക്ഷേ സ്കൂളിൽ എത്താതായതോടെ അധ്യാപകർ വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് കുട്ടികളെ കാണാനില്ല എന്ന വിവരം പുറത്തറിയുന്നത്. കുട്ടികൾ സ്കൂൾ യൂണിഫോമിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ചെത്താനുള്ള പൈസ മാത്രം മതിയെന്ന് പറഞ്ഞ് ആകെ 5 രൂപ മാത്രമാണ് പേഴ്സിൽ നിന്ന് എടുത്തതെന്ന് പെൺകുട്ടികളെ ഒരാളുടെ പിതാവ് പ്രതികരിച്ചിരുന്നു. എന്നാൽ സലൂണിലെത്തിയപ്പോൾ ഇവരുടെ കൈവശം പണം ഉണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാർ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.